ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വൃന്ദാവനത്തിലോട്ട് പോയാലോ? വൃന്ദാവനത്തിലോട്ട് പോകുന്ന വഴികളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് നമ്മൾ വൃന്ദാവനത്തിൽ പോകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കുളിച്ച് ശുദ്ധമായി റെഡിയായി ഇറങ്ങി. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ആഹാരം കഴിക്കാനായി ശിവാദാബയിൽ കയറി കേട്ടോ. അപ്പോൾ ശിവാദാബ എന്ന് പറയുന്നത് പഞ്ചാബികളുടെ ആയിരിക്കുമല്ലോ, പക്ഷേ നമ്മൾ കഴിച്ചത് മസാല ദോശയായിരുന്നു. നമ്മുടെ മസാല ദോശയിൽ നിന്ന് കുറേ വ്യത്യസ്തമായിട്ട് ഉള്ളിയും പൊട്ടറ്റോയൊക്കെ ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി സ്റ്റൈലിൽ സ്റ്റഫ് ചെയ്ത് നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ പോലെയല്ല, വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കും ചേട്ടനും ചക്കൂപ്പയ്ക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു ദാവയായിരുന്നു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് കഴിച്ച്, ഇവിടെ ഈ മട്കയിലാണ് ചായ കിട്ടുന്നത് കേട്ടോ, മൺകപ്പിൽ. ഞാൻ ആ കപ്പൊക്കെ ഇങ്ങനെ പറക്കൊണ്ട് വന്നു. അപ്പോൾ അതിൻ്റെ വഴികളാണ്, ഒരു തമിഴ്നാട് സ്റ്റൈലാണ് വഴിയൊക്കെ. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി നമ്മളെ വിളിക്കുന്ന പോലെ വൃന്ദാവനത്തിലോട്ട് നമ്മളെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അങ്ങനെ നമ്മളങ്ങോട്ട് യാത്ര തിരിച്ച് പോയി. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റിയത് നിധിവനം എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഗോപികമാരും കൃഷ്ണനും രാസലീല നടത്തുന്ന സ്ഥലം വൃന്ദാവനം എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വനമെന്ന് പറയുന്നത് ഗോപികമാരും കൃഷ്ണനും മരമായി മാറിയതാണ്. തുളസിയാണത്, വനതുളസി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇന്നും രാസലീല നടക്കും. സന്ധ്യാസമയം കഴിയുമ്പോൾ അതിനകത്ത് രാസലീല നടക്കുന്നതായിട്ടാണ് പറയുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ അവിടെ അടയ്ക്കും. ഒരുപാട് അമ്പലങ്ങൾ വൃന്ദാവനത്തിനകത്തുണ്ട്, ഏതൊക്കെയാണെന്നറിയില്ല. മങ്കിയുടെ ശല്യം അധികമുണ്ട്. നമുക്ക് കണ്ണാടിയൊന്നും വയ്ക്കാൻ പാടില്ല, ഫോൺ എടുക്കാൻ പറ്റില്ല. മങ്കി എടുത്തുകൊണ്ട് പോകും. ഫ്രൂട്ടി കൊടുക്കുമ്പോഴാണ് തിരിച്ചു തരണേ. അപ്പോൾ ഇതാണ് ആ ഒരു വനം, തുളസി എന്ന് പറയുന്ന ആ ഒരു നിധിവനം ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പോയാൽ നമ്മൾ ഡാൻസ് കളിക്കണമെന്നാണ്. അതായത് കൃഷ്ണനും ഗോപികമാരുമായി തന്നെ നമ്മൾ മാറണം. അവിടെ സന്തോഷമാണ്. നമ്മളും മതിമറന്ന് ഡാൻസ് കളിച്ചു. അങ്ങനെ തിരക്കിൽ നിന്നെല്ലാം തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി. ഇത് യമുനയാണ് കേട്ടോ. അപ്പോൾ യമുന ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട്. മധുര വഴി യമുനയൊക്കെ കാണാം, പക്ഷേ അത് ഒന്നും കാണാൻ സാധിച്ചില്ല. മറ്റൊരു സമയം അത് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാണിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ചാച്ച, ബൈ ബൈ.